രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് ജപമാലയുടെ ഉദ്ഭവത്തെക്കുറിച്ചാണ്. നമ്മൾ ഇന്ന് തിരുസഭയിൽ ഉപയോഗിക്കുന്നത് പോലുള്ള ജപമാല ലഭിക്കുന്നത് വിശുദ്ധ ഡൊമിനിക്കിലൂടെയാണ്. അദ്ദേഹത്തിന് മാതാവ് ജപമാല നൽകുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറേ പാഷണ്ഡുകളുണ്ടായിരുന്നു. ഈ ആൽബിജൻസിയൻസിനെയും അങ്ങനത്തെ കുറേ പാഷണ്ഡുകളെ മാനസാന്തരപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് പരിശുദ്ധ മാതാവ് അദ്ദേഹത്തിന് ജപമാല നൽകിയത്. ഈ പാഷണ്ഡികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് ഡൊമിനിക്ക് ഒരു വനത്തിൽ ചെന്ന് കുറേ ദിവസം പ്രാർത്ഥിക്കുകയും അതികഠിനമായ പ്രായശ്ചിത്തങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇങ്ങനത്തെ പ്രായശ്ചിത്തങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് അയാളുടെ ശരീരത്തിലാകെ മുറിവുണ്ടായി. ലാസ്റ്റ് അദ്ദേഹം അബോധാവസ്ഥയിലായി. അങ്ങനെ അബോധാവസ്ഥയിലായിരുന്ന ഡൊമിനിക്കിന് കുറേ മാലാഖമാരുടെ കൂടെ മാതാവ് പ്രത്യക്ഷപ്പെടുകയും ഈ പാഷണ്ഡികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടും ഇതൊരു യുദ്ധമാണ്, ഈ യുദ്ധം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടും എൻ്റെ കീർത്തനം പ്രഘോഷിക്കാനായിട്ട് മാതാവ് വിശുദ്ധ ഡൊമിനിക്കിനോട് ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ ഡൊമിനിക്ക് എഴുന്നേറ്റ് കത്തീഡ്രലിൽ ചെല്ലുകയും പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. ആ ഒരു സമയത്താണെങ്കിൽ ഭയങ്കരമായ കൊടുങ്കാറ്റും ഇടിമിന്നലും ഭൂമികുലുക്കമൊക്കെ ഉണ്ടായി. ഇത് കണ്ട് ജനങ്ങൾ പേടിച്ചു. അന്നേരം കത്തീഡ്രലിൽ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൽ നോക്കിയപ്പോഴത്തേക്കും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ലോകത്തെ ശിക്ഷിക്കുവാനായിട്ട് മാതാവ് 3 പ്രാവശ്യം സ്വർഗത്തിലേക്ക് കൈ ഉയർത്തുന്നതായിട്ട് അവിടുത്തെ ജനങ്ങൾ കണ്ടു. ഇത് കണ്ടിട്ട് ജനങ്ങൾ പേടിച്ചു. പക്ഷേ ഡൊമിനിക്ക് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് കൊടുങ്കാറ്റെല്ലാം ശാന്തമായി. ഈ ഒരു സംഭവം അവിടുത്തെ ജനങ്ങൾക്ക് ജപമാല ഭക്തി വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ആ പട്ടണത്തിലാണെങ്കിൽ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ വലിയൊരു പുരോഗമനം, വിശ്വാസത്തിൽ വലിയൊരു പുരോഗമനം ഉണ്ടാവുകയും ചെയ്തു.